ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വരുന്നത് പിനാഫോർ അല്ലെങ്കിൽ ബോക്സ് പ്ലീറ്റഡ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഷിമ്മിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. നമ്മുടെ ഫുൾ ലെങ്ത്ത് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് പാർട്ട്, ബോഡി പാർട്ട് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഹുക്ക് വെക്കുകയാണെന്നുള്ളതാണ് കേട്ടോ ഇതിന് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതതുപോലെ നമ്മൾ തുണി 4 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് ഭാഗമാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത്, കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മുടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 22 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നമ്മുടെ ബോക്സ് പ്ലീറ്റഡ് ഫ്രോക്ക് ആകുമ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നല്ല കട്ടിയിൽ നല്ല വീതിക്ക് തയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് സെയിം തന്നെയാണ്, നമ്മുടെ ചെസ്റ്റിൻ്റെ 3 മടങ്ങ്. എനിക്കിപ്പോൾ ഇതിന് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചായിരുന്നു. 7ൻ്റെ 3 മടങ്ങ്, അപ്പോൾ 21 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. 7ൻ്റെ 3 മടങ്ങ് 21 ഇഞ്ച്. അത് മനസ്സിലായില്ലേ? നമ്മുടെ സെയിം മെത്തേഡ് തന്നെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ചെസ്റ്റിൻ്റെ 3 മടങ്ങ്, നമുക്ക് എത്രയാണോ ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 3 മടങ്ങാണ് നമ്മൾ സ്കേർട്ടിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കേണ്ടത് കേട്ടോ. 4 മടക്കാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 24 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത് 21 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. വിഡ്ത്ത് വരുന്നത് 7x3, നമ്മൾ ചെസ്റ്റിൻ്റെ 3 മടങ്ങ്, അപ്പോൾ 21 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നിവർത്തിയാൽ ഇതുപോലെ 2 പീസായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ് ഇടുന്ന ഭാഗത്തൊന്ന് അടയാളപ്പെടുത്താനുണ്ട്. ബോക്സ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താനുണ്ട്. ഞാനിവിടെ 3 ഇഞ്ച് വീതിക്കായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. നമ്മുടെ ബോക്സിൻ്റെ വീതി എത്രയാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു വീതിക്കാണ് നമ്മൾ ഇത് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബോക്സിന് 3 ഇഞ്ചായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇഞ്ച് നമ്മൾ ഈ 3 ഇഞ്ച് ഇങ്ങനെ ഈ തുണി മുഴുവനായിട്ടും അറ്റത്ത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് 2ാമത്തെ പോയിന്റിലേക്ക് ആ ഒരു മടക്ക് വരിക, 3ാമത്തെ പോയിന്റിൽ നിന്ന് 2ാമത്തെ പോയിന്റിലേക്ക് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ 4ാമത്തെ പോയിന്റിൽ നിന്ന് 5ാമത്തെ പോയിന്റിലേക്കും 5ാമത്തെ പോയിന്റിൽ നിന്ന് 4ാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെയാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിൻ ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റ് ഇങ്ങോട്ടും ഇതേപോലെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് ഭാഗമാണ് കട്ട് ചെയ്തിട്ടെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് വേറെ, അതേപോലെ ബാക്ക് വേറെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്തിനോട് കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് നമുക്ക് ബോഡി പാർട്ട് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് വരക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്താനുള്ളത്. ഇനി ഈ നെക്കിൻ്റെ വിഡ്ത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ 1.25 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 5.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷെമ്മിക്ക് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തി. ഇനി ബാക്ക് നെക്ക് നമ്മൾ വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് അടയാളപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ ഹുക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ വേറെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ 4.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തി. ഇനി ചെസ്റ്റ് നമ്മൾ 7 ഇഞ്ചായിരുന്നു, പ്ലസ് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ട് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വിടുത്താണ് വേണ്ടത്. ആ വിടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് സെയിം മെത്തേഡിലായതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയാത്തത് കേട്ടോ. ഇനി നമുക്ക് നെക്കിൽ നിന്ന് ആം ഹോളിലേക്ക് ഒരു കർവ് വരക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തുണി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരഭാഗം നമ്മുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് തുണി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ കരഭാഗത്ത് നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ 11 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം അളവിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു ലൈനിൽ തൊട്ടാണ് നമ്മൾ ഇനി അളവെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ അളവെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ലൈൻ തൊട്ടാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. അടുത്തതായിട്ട് ആം ഹോൾ അടയാളപ്പെടുത്തുന്നു. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നു. ചെസ്റ്റിലേക്ക് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തി. ഈ ആം ഹോൾ ഒന്ന് കർവ് ചെയ്തിട്ട് വരക്കുക കേട്ടോ. ഇനി ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കാണ് വേണ്ടത്. നെക്ക് നമ്മൾ ഇതാ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 3 ഇഞ്ച് മതി കേട്ടോ. ഇനി ഇതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരക്കുക കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിലേക്കൊരു കർവ് വരക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ടിങ് നോക്കാം. നമ്മളിതാ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ലൈനിൽ തൊട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതാ നെക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് മുഴുവനായിട്ടും കട്ട് ചെയ്യരുത് കേട്ടോ. ഇതൊരു ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ട് നമ്മൾ സാധാരണ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഹുക്ക് ഇടാനുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അതവിടെ മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ തോന്നാം. അപ്പോൾ ഇതേപോലെയാണ് നിൽക്കുക കേട്ടോ. നമ്മളത് ഇവിടെ ഒന്ന് മടക്കി കൊടുത്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള ഭാഗം നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ സാധാ നെക്ക് പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം, ഈ ഒരു താഴ്ഭാഗം തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. താഴ്ഭാഗം മാത്രമാണ്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് നെക്ക് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ഭാഗമാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹുക്കിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തയ്ച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കുക, സെൻറ്ററിൽ ഒന്ന് മടക്കുക, ഒന്നും കൂടെ ഒന്ന് മടക്കുക കേട്ടോ.
അപ്പോൾ രണ്ടും നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് പൈപ്പിംഗ് ആണ് കാണിക്കുന്നത്, നെക്കിൻ്റെ പൈപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇതൊരു 2 ഇഞ്ച് വീതിക്ക് വരുന്ന തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ചിൽ തൊടാതെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ താഴേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ മടക്കുക കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ഭാഗവും അതേപോലെ അടിക്കുക. ഇനി നമുക്ക് മുന്നിലെ പൈപ്പിംഗ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ച് തുണി എടുത്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് ഉള്ളിലേക്ക് വെച്ചൊന്ന് മടക്കുക. ഇതൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കുക. ആം ഹോളും നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് 2 ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പതിപ്പിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. 2 ഷോൾഡർ ഒന്ന് പതിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആം ഹോളാണ് വേണ്ടത്. ആം ഹോളും സെയിം രീതിയിൽ തന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് തയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സ്കേർട്ട് ഭാഗത്ത് നമ്മൾ ഓരോ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ പോയിന്റിൽ നമ്മൾ ഇതേപോലെ ആ ബോക്സ് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യത്തെ പോയിന്റിലേക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വെക്കുക കേട്ടോ. ആദ്യത്തെ പോയിന്റ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക്, മൂന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ബോക്സ് ആക്കിയിട്ട് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് മുഴുവനായിട്ട് നമ്മളിതൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഈ ബോക്സ് നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ രണ്ടാമത്തെ അടുത്ത പോയിന്റിലേക്ക് വെക്കുക. ഇനി ഇവിടുത്തെ പോയിന്റ് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതേ രീതിക്കൊന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ട് ഭാഗവും ബോക്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ നമ്മൾ ഹുക്ക് ഇടുന്ന ആ ഒരു മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, അവിടെ തൊട്ട് നമ്മൾ അടിച്ചു തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും അടിച്ചു തുടങ്ങാം. അപ്പോൾ കുറച്ചൊരു ഭാഗം നമുക്ക് എക്സ്ട്രാ തോന്നുന്നുണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പതിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒറ്റ ലൈനായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതിന് ബെൽറ്റ് ഇടാനുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് തയ്ച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഫ്രണ്ട് ഭാഗവും നമ്മൾ ബാക്ക് ഭാഗവും ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാഗവും നമ്മൾ ഫ്രണ്ട് ഭാഗത്തും നമ്മൾ ബെൽറ്റ് വെക്കാനുള്ള ഹുക്കൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് പതിപ്പിച്ച് കൊടുക്കണേ, ഒന്ന് പതിപ്പിച്ചടിക്കണം, എന്നാലേ നമുക്കൊരു വൃത്തിയായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ബെൽറ്റിനുള്ള ലൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബെൽറ്റ് കുറച്ച് വീതിക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വീതിക്ക് അനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒരു 4 ലൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തയ്ച്ചെടുക്കുന്നു. ആദ്യം ഇവിടെ ഒന്ന് തയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ 4 എണ്ണം നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് പ്ലീറ്റഡ് ഫ്രോക്കിൻ്റെ പ്രത്യേകതയാണ് ഈ അടിഭാഗം കുറച്ചൊരു വീതിക്ക് തയ്ക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു അടി ഇതേപോലെ ഒന്ന് മടക്കി അടിക്കുക. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു അളവിലേക്ക് ഇതേപോലെ ഒന്ന് വലിയ രീതിയിലൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് പ്ലീറ്റ് ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ.